ഗുഡ് മോർണിംഗ് ഗായ്സ്. ലിനക്സ് ഫയൽ സിസ്റ്റം ഹയറാർക്കിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ലേഔട്ട് കാണിക്കാം. ഇതാണ് ഇതിൻ്റെ ലേഔട്ട് എന്ന് പറയുന്നത്. ഏറ്റവും ആദ്യം കാണുന്ന ഡയറക്ടറി എന്താണ്? സ്ലാഷ് അല്ലെങ്കിൽ റൂട്ട് ഡയറക്ടറി എന്ന് പറയുന്ന ഈ ഡയറക്ടറി ആണുള്ളത്. ഇതാണ് ലിനക്സ് സിസ്റ്റത്തിലെ ഏറ്റവും ആദ്യത്തെ ഡയറക്ടറി. ഇതിനുള്ളിലാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത്. ഇതിന് പുറത്തൊന്നുമില്ല. നിങ്ങളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്താൽ അത് ഇതിൻ്റെ ഉള്ളിലായിരിക്കും. ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ അതിൻ്റെ ഉള്ളിലായിരിക്കും. ഒരു ഫയൽ ഉണ്ടാക്കിയാൽ അത് ഇതിൻ്റെ ഉള്ളിലായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും ഈ ഒരു ഡയറക്ടറിക്കുള്ളിലായിരിക്കും ഉണ്ടാവുക. ഇവിടെ നിന്നാണ് ഡയറക്ടറി സിസ്റ്റം തുടങ്ങുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഈ ഡയറക്ടറി സിസ്റ്റത്തിനെ പറ്റി പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു പടം കാണിച്ചു തരാം. ഇത് എൻ്റെ വീട്ടിലുള്ള ഒരു അലമാരിയാണെന്ന് വിചാരിക്കാം. ഇതിലെല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷർട്ട് വേണ്ട സ്ഥലത്ത് ഷർട്ട് ഉണ്ട്, ആക്സറീസ് വേണ്ട സ്ഥലത്ത് ആക്സറീസ് ഉണ്ട്, ജാക്കറ്റ്സ് വേണ്ട സ്ഥലത്ത് ജാക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ എനിക്കറിയാം എനിക്ക് ജാക്കറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ജാക്കറ്റ് കിട്ടും എന്നുള്ള കാര്യം എനിക്കറിയാം. അതേസമയം ഇതേപോലെയാണ് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം അലമാരി സൂക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്കിതിനുള്ളിൽ നിന്നൊരു ജാക്കറ്റ് എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പണിപ്പെട്ട പരിപാടിയാണെങ്കിലുള്ളൂ. അതേപോലെ തന്നെയാണ് ലിനക്സിലും. ലിനക്സിൻ്റെ സിസ്റ്റം റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കുറേ ഫയൽസ് ഉണ്ട്. കമാൻഡ്സിന് വേണ്ടിയിട്ട് ഫയൽസ് ഉണ്ട്, കോൺഫിഗറേഷൻ ഫയൽസ് ഉണ്ട്, അതേപോലെ തന്നെ ലോഗ് ജനറേറ്റ് ആവുന്ന ഫയൽ. ലിനക്സ് സിസ്റ്റം റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ആവശ്യമാണ്. അപ്പോൾ അത് ഓരോന്നും ക്രോഡീകരിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഈ ഒരു ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്ലാഷ് വാറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ലോഗ് ഫയൽസ് എല്ലാം കിട്ടും. ഒരു സിസ്റ്റം എഞ്ചിനീയർ സംബന്ധിച്ചിടത്തോളം ഇത് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. കാരണം എന്നാലേ നമുക്ക് സെർവർ ട്രബിൾ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ലിനക്സ് ഫയൽ സിസ്റ്റം ഹയറാർക്കിയെ പറ്റിയാണ് പഠിക്കുന്നത്. ഏറ്റവും ആദ്യത്തെയാണ് സ്ലാഷ് ഹോം ഡയറക്ടറി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഫയൽ സിസ്റ്റത്തിലെ റൂട്ട് ഡയറക്ടറിയിലേക്ക് പോവാം. ഫയൽ സിസ്റ്റത്തിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഡയറക്ടറി ആയ ഏതാണ്? നമ്മുടെ സ്ലാഷ് ഡയറക്ടറി അല്ലെങ്കിൽ റൂട്ട് ഡയറക്ടറി. ഓക്കെ, ആദ്യം തന്നെ കമാൻഡ് പ്രോംപ്റ്റ് എടുക്കണം. ആദ്യം തന്നെ പറയാം, നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് യൂസേഴ്സ് ആണ് ലിനക്സിലുള്ളത്. ഒന്നാമത്തെയാണ് നോർമൽ യൂസർ, രണ്ടാമത്തെയാണ് റൂട്ട് യൂസർ. ഓക്കെ, ഈ റൂട്ട് യൂസർ എന്ന് പറഞ്ഞ ആൾക്കൊരു പ്രത്യേകതയുണ്ട്. അയാൾക്ക് നമ്മുടെ സിസ്റ്റം, അതായത് ലിനക്സ് സെർവറിലെ എല്ലാ കോൺഫിഗറേഷൻ ഫയൽസും ചേഞ്ച് ചെയ്യാൻ പറ്റും, എല്ലാ കമാൻഡ്സും യൂസ് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് എല്ലാ യൂസറിൻ്റെയും ഉള്ളിൽ കയറി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. അത്രയും ഒരു പ്രിവിലേജ് ഉള്ള ഒരു യൂസറാണ് റൂട്ട് യൂസർ എന്ന് പറയുന്നത്. ഈ കാളി എന്നൊക്കെ പറയുന്നുണ്ടോ? ഓക്കെ, ഈ കാളി എന്ന് പറയുന്നതൊക്കെ നോർമൽ യൂസറാണ്. ഓക്കെ, ഞാനിത് പറയാനായിട്ട് ആദ്യം ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി നമുക്ക് റൂട്ട് ഡയറക്ടറിയിലേക്ക് പോവാം. അല്ലെങ്കിൽ സ്ലാഷ് ഡയറക്ടറി എന്ന് പറയാറില്ലേ, സ്ലാഷ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ മതി. ഈ CD എന്ന് പറഞ്ഞ കമാൻഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു ഡയറക്ടറിക്കുള്ളിൽ കയറുന്നതിന് വേണ്ടിയിട്ടാണ് CD എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. ഇതാണ് ലിനക്സിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഡയറക്ടറി. ഇതിനടിയിലേക്കാണ് എല്ലാവരും വരുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് മനസ്സിലായി, ഇത് സ്ലാഷിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഞാൻ LS അടിച്ച് നോക്കുകയാണെങ്കിൽ LS എന്ന് വെച്ചാൽ എന്താണ്? LS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയറക്ടറിക്കുള്ളിലെ കണ്ടന്റിനെ ലിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണ് LS. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ റൂട്ട് ഫയൽ സിസ്റ്റത്തിലുള്ള, അതല്ലെങ്കിൽ സ്ലാഷ് ഫയൽ സിസ്റ്റത്തിൽ ഉള്ള ഡയറക്ടറീസ് എല്ലാം ഇവിടെ കാണുന്നുണ്ട്. ഇതിൽ എല്ലാവരും നമ്മൾ നോക്കുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയറക്ടറീസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുള്ളൂ. ആദ്യം തന്നെ ബിൻ എന്ന് പറയുന്ന ഡയറക്ടറിയെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കമാൻഡുകളാണ് CD, MV, LS, ഇതേപോലെയുള്ള കമാൻഡുകളൊക്കെ. അപ്പോൾ ഇതേപോലെയുള്ള കമാൻഡുകളുടെ എല്ലാം ബൈനറീസ് നമ്മുടെ ബിൻ എന്ന് പറയുന്ന ഡയറക്ടറിയിൽ ഉണ്ടാവും. ഓക്കെ, അടുത്തതാണ് നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ സ്ലൈഡിൽ ഇതിൻ്റെ കംപ്ലീറ്റ് നോട്ട്സ് ഉണ്ടാവും, നിങ്ങളത് വായിച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ പറയുന്നതും കാണിച്ചു തരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അടുത്ത ഡയറക്ടറിയാണ് ബൂട്ട് ഡയറക്ടറി എന്ന് പറയുന്നത്. ബൂട്ടിങ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ ഒരു സിസ്റ്റം ഓണായി നമ്മൾ പവർ ഓൺ ചെയ്യുന്നത് മുതൽ നമുക്ക് ഡെസ്ക് ടോപ്പ് കാണുന്നത് വരെയുള്ള പ്രോസസ്സിനെയാണ്, അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ സിസ്റ്റത്തിലേക്ക് ലോഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എപ്പോഴാണ് നീ നിൻ്റെ സിസ്റ്റം പവർ ഓൺ ചെയ്യുന്നത് ആ സമയത്ത് CPU ഇൻസ്ട്രക്ഷൻ പോകും. ഓക്കെ, ബൂട്ട് ലോഡറിൻ്റെ അടുത്തേക്ക് ഈ സ്ലാഷ് ബൂട്ട് എന്ന് പറയുന്ന ഡയറക്ടറിയിൽ പോയിട്ട്
സിസ്റ്റം ബൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫയൽസും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് വരാനായിട്ട്. അപ്പോൾ അതേപോലെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടെയ്ൻ ചെയ്യുന്ന ഫയലാണ് ബൂട്ട് എന്ന് പറയുന്നത്. നമ്മൾ നമ്മളുടെ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുന്ന എല്ലാ ഹാർഡ്വെയർ ഡിവൈസും, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പെൻഡ്രൈവ് കണക്ട് ചെയ്യും, ഹാർഡ് ഡിസ്കുകൾ ഉണ്ടാവും, ഓൾറെഡി ഹാർഡ് ഡിസ്ക് ഉണ്ടാവും, പെൻഡ്രൈവ് ഉണ്ടാവും, കീബോർഡ്സ് ഉണ്ടാവും, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കണക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു DEV എന്ന് പറയുന്ന ഡയറക്ടറിക്കുള്ളിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഫയല് ക്രിയേറ്റ് ആവും. അതായത് എന്താ പറയുക, ഇതൊരു ഇൻ്റർഫേസ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. നമ്മുടെ സിസ്റ്റവും ഒരു നമ്മൾ എക്സ്റ്റേണലി കണക്ട് ചെയ്യുന്ന ഡിവൈസായിട്ട് കണക്ട് ചെയ്യുന്നതിനുള്ള ഒരു ഇൻ്റർഫേസ് ആയിട്ടാണ് ഡെവ് എന്ന് പറയുന്ന ഡയറക്ടറി ആക്ട് ചെയ്യുന്നത്. അതായത് നീ ഒരു പെൻഡ്രൈവ് കണക്ട് ചെയ്യുകയാണെന്ന് വിചാരിച്ചു, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫയല് ഡെവിൽ ക്രിയേറ്റ് ആവും. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ മീഡിയ എന്ന് പറയുന്ന ഒരു ഡയറക്ടറി ഉണ്ടല്ലോ, ഇതും കൂടിയും പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഈ ഡെവ് എന്തിനാണ്, അതായത് ഈ ഡെവ് എന്തിനാണെന്നുള്ളതിന് കുറച്ചുകൂടി ക്ലാരിറ്റി നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെൻഡ്രൈവ് കണക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, പെൻഡ്രൈവ് കണക്ട് ചെയ്യുന്ന സ്ഥലത്ത് ഈ ഡെവ് എന്ന് പറയുന്ന ഡയറക്ടറി ഉണ്ടല്ലോ, ഈ ഡയറക്ടറിക്കുള്ളിൽ ഒരു ഫയൽ ക്രിയേറ്റ് ആവും. ഇനിയിപ്പോൾ നിനക്ക് നിൻ്റെ പെൻഡ്രൈവിലുള്ള കണ്ടന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഫയലിനെ ഏതെങ്കിലും ഒരു ഡയറക്ടറി ആയിട്ട് മൗണ്ട് ചെയ്യണം. ഓക്കെ, മൗണ്ട് ചെയ്താൽ മാത്രമേ നിനക്ക് ആ പെൻഡ്രൈവിലുള്ള കണ്ടന്റ്സ് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ മാനുവലി ചെയ്യാറില്ല. എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പെൻഡ്രൈവ് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പെൻഡ്രൈവ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാറുണ്ട്. കീബോർഡും മൗസും ആയാലും എല്ലാം ഡിറ്റക്ട് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു ഡയറക്ടറിയാണ് മീഡിയ. ഈ മീഡിയ എന്ന് പറയുന്ന എന്തുവാണ്, കോൺഫിഗറേഷൻസ് ഒക്കെയാണ് ഉള്ളത്. ഓക്കെ, മീഡിയയും ഡെവും എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്തതാണ് യൂസർ ഹോം ഡയറക്ടറി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഹോം ഡയറക്ടറി എന്ന് പറയാം. ഞാൻ എൻ്റെ ഹോം ഡയറക്ടറിയിലേക്ക് കയറി കാണിച്ചു തരാം. CD ഹോം LS അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എത്ര യൂസർ ഉണ്ടെന്ന് എനിക്ക് ലിസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ അനൂപ് എന്ന് പറയുന്ന യൂസറുണ്ട്, ചിത്ര എന്ന് പറയുന്ന യൂസറുണ്ട്, കാളി എന്ന് പറയുന്ന യൂസറുണ്ട്, ന്യൂ യൂസർ എന്ന് പറയുന്ന യൂസറുണ്ട്. ഇനി ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഞാനൊരു യൂസർ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, യൂസർ എന്താ പറയുക, ചാർജർ എന്ന് കൊടുക്കാം. ഓൺലി റൂട്ട് മേ ആർ ദി യൂസ്. ഓക്കെ, റൂട്ടിന് മാത്രമേ ഇതിനൊക്കെയുള്ള പെർമിഷൻസ് ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ റൂട്ട് യൂസർ ആണ്. റൂട്ട് യൂസർ എന്താണെന്ന് ഞാൻ കുറച്ച് മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മുടെ സിസ്റ്റത്തിൽ എല്ലാ കൺട്രോളും ഉള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു യൂസറാണ് റൂട്ട് യൂസർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയാണ് റൂട്ട് യൂസറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള കമാൻഡാണ് സുഡോ സു എന്ന് പറയുന്ന കമാൻഡ്. പാസ്വേഡ് അടിക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ റൂട്ട് യൂസർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയ ഒരു യൂസറെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള കമാൻഡാണ് ആഡ് യൂസർ ചാർജർ. ചാർജർ എന്ന് പറയുന്ന ഒരു ന്യൂ യൂസറെ ഞാൻ ക്രിയേറ്റ് ചെയ്തു. പാസ്വേഡ് 1 കൊടുക്കുന്നു. ഓക്കെ, പുതിയൊരു യൂസർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി പുതിയൊരു യൂസർ ക്രിയേറ്റ് ആയോ ഇല്ലയോ എന്ന് എനിക്കെങ്ങനെ മനസ്സിലാവുക? നമ്മളെപ്പോൾ ഒരു യൂസർ ക്രിയേറ്റ് ചെയ്താലും നമ്മുടെ ഹോം ഡയറക്ടറിക്കുള്ളിൽ ആ യൂസറിന് വേണ്ടിയിട്ടുള്ള വർക്കിംഗ് ഡയറക്ടറി ഫോം ആവും. ഞാൻ കാണിച്ചു തരാം. LS അടിച്ച് നോക്കുമ്പോൾ ചാർജർ എന്ന് പറയുന്ന ഒരു ഹോം ഡയറക്ടറി ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ചാർജർ എന്ന് പറയുന്ന ഒരു യൂസറിൻ്റെ ഹോം ഡയറക്ടറിയാണ്. യൂസർ ഉണ്ടല്ലോ, എക്സാമ്പിൾ നമ്മുടെ കമ്പനിയിലേക്ക് പുതിയതായിട്ട് വന്ന ആളാണ് ഈ ചാർജർ എന്ന് പറയുന്ന നമ്മുടെ കമ്പനിയിലേക്ക് പുതിയതായിട്ട് വന്ന ആളാണ് ഈ ചാർജർ എന്ന് വിശ്വസിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും നമ്മുടെ ആ പുതിയ ആൾക്ക് കൊടുക്കും.
അപ്പോൾ പിന്നെ ആൾ ലോഗിൻ ചെയ്യണ സമയത്ത് നമ്മൾ ലോഗിൻ ചെയ്യാനായിട്ട് യൂസർ നെയിം പാസ്വേഡ് അടിക്കാറുണ്ടല്ലോ സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്യാനായിട്ട്. ഓക്കെ. അപ്പോൾ ചാർജർ എന്ന് പറയുന്ന യൂസർ നെയിമും അതേപോലെ തന്നെ പാസ്വേഡും ടൈപ്പ് ചെയ്തതിന് ശേഷം ആളുള്ളിൽ കയറും. അപ്പോൾ ആൾ ഡയറക്ടറിയിൽ ലാൻഡ് ചെയ്യാൻ പോകുന്നത് ചാർജർ എന്ന് പറഞ്ഞ ഡയറക്ടറിക്കുള്ളിൽ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കത് ചെയ്യുമ്പോൾ മനസ്സിലാവും. കൂടുതൽ പറഞ്ഞ് കോളാക്കുന്നില്ല ഞാനത്. ഓക്കെ, അപ്പോൾ ഹോം ഡയറക്ടറിക്കുള്ളിൽ എന്താ ഉള്ളത്? യൂസറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അവരുടെ വർക്കിംഗ് ഡയറക്ടറീസിൻ്റെ ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു ഡയറക്ടറിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണ് CD 2 കുത്ത്. അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വീണ്ടും നമ്മൾ പഴയ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഹോം ഡയറക്ടറിയെ പറ്റി പഠിച്ചു. ഇനിയുള്ളതാണ് LIB എന്ന് പറയുന്ന ഡയറക്ടറി, ലൈബ്രറി എന്ന് പറയാം. ഓക്കെ, ലൈബ്രറി പറയുന്നതിന് മുന്നേ നമ്മൾ ബിന്നെ പറ്റി പറഞ്ഞല്ലോ. ബിന്നിൽ എന്തൊക്കെയാണ് ഉള്ളത്? ബിന്നിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിന് ഏറ്റവും ബേസിക് ആയിട്ട് യൂസ് ചെയ്യേണ്ട കുറച്ച് കമാൻഡ്സ് ഉണ്ട്. അതൊക്കെയാണ് ബിന്നിലുള്ളത് എന്ന് പറഞ്ഞു. ഇനി ഇതേപോലത്തെ ഒരു സാധനമാണ് SBin എന്ന് പറയുന്നത്. SBin ഇവിടെ എവിടെയെങ്കിലും SBin എന്ന് പറയുന്ന ഒരു ഡയറക്ടറിയും കൂടി ഇവിടെയുണ്ട്. ഈ ഡയറക്ടറി എന്ന് പറയുമ്പോൾ സൂപ്പർ യൂസർ പെർമിഷൻ ഉള്ള ഒരു ആള് അതായത് റൂട്ട് യൂസർ പെർമിഷൻസ് ഉള്ള ആൾ റൺ ചെയ്യുന്ന കുറച്ച് കമാൻഡ്സുകളുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആഡ് യൂസർ, fdisk എന്നൊക്കെ പറയുന്ന കുറച്ച് കമാൻഡുകളുണ്ട്. ഇതൊക്കെ റൂട്ട് യൂസറിന് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ബൈനറീസ് അടങ്ങിയിരിക്കുന്ന ഒരു ഡയറക്ടറിയാണ് SBin എന്ന് പറയുന്ന ഡയറക്ടറി. റൂട്ട് യൂസർ മാത്രം ഉപയോഗിക്കുന്ന കമാൻഡ് എന്ന് പറയാൻ പറ്റില്ല. പൂർണ്ണമായിട്ട് റൂട്ട് യൂസർ ഉപയോഗിക്കുന്ന കമാൻഡ്സ് എന്നതിനെ പറയാൻ സാധിക്കില്ല. എന്താ നമുക്ക് പറയാം, സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ കമാൻഡ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ ifconfig, fdisk അതേപോലെയുള്ള കമാൻഡുകൾക്ക് വേണ്ടിയിട്ടുള്ള ബൈനറീസ് ആണ് SBinൽ ഉള്ളത്. ഇനി നമുക്ക് ലൈബ്രറിയിലേക്ക് വരാം. ഇപ്പം നമുക്ക് കുറേ കമാൻഡുകളൊക്കെ പറഞ്ഞു, CD പറഞ്ഞു, LS പറഞ്ഞു, fdisk പറഞ്ഞു. ഓരോന്നിനൊക്കെ ഓരോ ഫങ്ഷണാലിറ്റി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ലൈബ്രറിയിലാണ്. അതായത് ഓരോ കമാൻഡിൻ്റെയും ലൈബ്രറി ഫയൽസ് എല്ലാം സ്റ്റോർ ആയിരിക്കുന്നത് LIB എന്ന് പറയുന്ന ഡയറക്ടറിക്കുള്ളിലാണ്. ഓക്കെ, അടുത്തതാണ് PROC അല്ലെങ്കിൽ പ്രോസ് എന്ന് പറയും നമ്മൾ. ഈ ഡയറക്ടർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇതൊരു വെർച്വൽ ഫയൽ സിസ്റ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ സിസ്റ്റത്തിൽ റൺ ചെയ്യുന്ന എല്ലാ പ്രോസസ്സിനെയും ട്രാക്ക് ചെയ്യുന്നത് ഈ ഡയറക്ടറിയാണ്. ഈ അടുത്ത ഡയറക്ടറിയാണ് റൂട്ട് യൂസറിൻ്റെ ഹോം ഡയറക്ടറിയാണ് ഈ റൂട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ റൂട്ടും അതേപോലെ തന്നെ ഈ സ്ലാഷും തമ്മിൽ കൺഫ്യൂസ്ഡ് ആവരുത്. ഈ റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ റൂട്ട് യൂസറിൻ്റെ, അതായത് സുഡോസു അടിച്ച് കയറുമ്പോൾ നമ്മൾ റൂട്ട് യൂസർ ആവുമല്ലോ, ആ റൂട്ട് യൂസറിൻ്റെ വർക്കിംഗ് ഡയറക്ടറിയും അതേപോലെ തന്നെ വർക്കിംഗ് ഡയറക്ടറി അല്ലല്ലോ, എന്താണ്, ഹോം ഡയറക്ടറിയും അതേപോലെ തന്നെ ഈ സ്ലാഷ് അല്ലെങ്കിൽ റൂട്ട് എന്ന് പറയുന്ന ഡയറക്ടറി ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഡയറക്ടറിയുമാണ്. രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, അടുത്താണ് ടെംപ് ഫയൽസ്. ഈ TMP എന്തിനാണ് ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പററി ഫയൽ, ആ പേരിൽ തന്നെ ഉണ്ട്, ടെമ്പററി എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിനക്ക് എന്തെങ്കിലും ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ടെംപ് ഡയറക്ടറി പോയിട്ട്, ടെംപ് ഫയൽ അല്ല, ടെംപ് ഡയറക്ടറിയാണ്, ടെംപ് ഡയറക്ടറിക്കുള്ളിൽ പോയിട്ട് നിനക്ക് സേവ് ചെയ്ത് വെക്കാം. പക്ഷെ ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ആ സേവ് ചെയ്ത കാര്യം നിന്റെ സിസ്റ്റം റീബൂട്ട് ആവുകയോ അല്ലെങ്കിൽ രണ്ടാമത് സ്വിച്ച് ഓൺ ചെയ്തിട്ട് സ്വിച്ച് ഓൺ ചെയ്യുകയാണെങ്കിൽ ആ ഡാറ്റ മൊത്തം നഷ്ടപ്പെടും. അത് ടെമ്പററി സ്റ്റോറേജ് ഏരിയയാണത്. ഇതാണ് വാർ. ഈ വാർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറിയാണത്. നമ്മുടെ സിസ്റ്റത്തിലെ ലോഗുകളെല്ലാം ഈ വാറിൻ്റെ അകത്താണുള്ളത്. കാണിച്ചു തരാം. CD വാർ LS അടിക്കുകയാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ലോഗ് ഫയൽസ് ഉണ്ടല്ലോ. ഈ ലോഗ് എന്താണെന്ന് അറിയാലോ, നമ്മുടെ സിസ്റ്റത്തിൽ എന്ത് നടന്നു കഴിഞ്ഞാലും അത് റെക്കോർഡ് ചെയ്യപ്പെടും. നീ ഒരു ഡയറക്ടറി ഉണ്ടാക്കിയാലും പ്രിവിലേജ് എസ്കലേഷൻ ചെയ്യുവാണെങ്കിലും അതായത് എവറിത്തിങ് ഹാപ്പനിങ് ഇൻ ദിസ് സെർവർ ഒരു ലോഗായിട്ട് ജനറേറ്റ് ചെയ്യും.
ഇപ്പോൾ സി ഡി ലോഗിൻ്റെ അകത്ത് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ലോഗ്സ് എല്ലാം ഇതിലുണ്ട്. ലോഗ് ഫയൽസ് ഉണ്ടാവും, ക്യാഷെ, ഇതെല്ലാം കണ്ടെയ്ൻ ചെയ്യുന്നതാണ് വാർ എന്ന് പറയുന്ന നമ്മുടെ ഡയറക്ടറി. CD 2